കൂട്ടുകാർക്കും PV20 FM-ന്റെ മറ്റൊരു എഡിഷനിലേക്ക് ഹാർദവമായ സ്വാഗതം. PV20 FM കേൾക്കാം, കാതോർക്കാം. ഒരുമയുടെ ശബ്ദം, ഒന്നായ ശബ്ദം. PV20 FM 20,000 ഫെയർ ആൻഡ് ഫൺ. ഞാൻ RJ സ്മൃതി, എന്നോടൊപ്പം ദിയ. ചേച്ചി, ഇന്ന് എന്തൊക്കെ വിഭവങ്ങളാണ് കൂട്ടുകാർക്കായി കരുതി വെച്ചിരിക്കുന്നത്, ഒന്ന് പറയാമോ? അതേ ദിയ, ഇന്ന് വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വായനാ ലോകമുണ്ട്. സംഗീതത്തിന് പ്രാധാന്യം നൽകുന്ന സരിഗമയുണ്ട്. പിന്നെ കവിതയുമായി മധുരം മലയാളം. എല്ലാത്തിനും ഉപരിയായി ഇന്നത്തെ അതിഥി ആരാണെന്നറിയാമോ? അറിയാം ചേച്ചി, കേരളത്തിന്റെ ശബ്ദം ഇന്ത്യൻ പാർലമെന്റിൽ മുഴക്കിയ നമ്മുടെ അഭിമാനമായ അനുഷ ചേച്ചിയല്ലേ? അതേ ദിയ, ഇന്ന് നമ്മുടെ കൂടെ ഇന്ത്യൻ പാർലമെന്റിൽ കേരളത്തിന്റെ ശബ്ദം കേന്ദ്രമന്ത്രിമാർക്ക് മുൻപിൽ സധൈര്യം നല്ല ഒരു പ്രസംഗം നടത്തിയ അനുഷ ചേച്ചിയാണ് ഇന്നത്തെ അതിഥി. PV20 FM ഒരുമയുടെ ശബ്ദം, ഒന്നായ ശബ്ദം. ഇന്നത്തെ അതിഥിയായ അനുഷ ചേച്ചിയെ അഭിമുഖം നടത്തുന്നത് നമ്മുടെ നിവേദ ചേച്ചിയാണ്. നിവേദ ചേച്ചിയെയും അനുഷ ചേച്ചിയെയും സ്വാഗതം ചെയ്യാം. PV20 FM 20,000 ഫെയർ ആൻഡ് ഫൺ. നമസ്കാരം അനുഷ ചേച്ചി. കേരളത്തിന്റെ ശബ്ദം, ഇന്ത്യൻ പാർലമെന്റിൽ മുഴങ്ങിക്കേട്ട ശബ്ദത്തിന്റെ ഉടമ അനുഷ ചേച്ചിയെ PV20 FM-ന്റെ ഈ എപ്പിസോഡിലേക്ക് നമ്മുടെ സ്കൂളിലെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യാം. താങ്ക് യു നിവേദ. മറ്റാർക്കും കിട്ടാത്ത ഈ അസുലഭ ഭാഗ്യം കിട്ടിയപ്പോൾ എന്തായിരുന്നു ചേച്ചിയുടെ അനുഭവം? ആദ്യം തന്നെ എനിക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നും പറഞ്ഞ് വിളിച്ചപ്പോൾ എനിക്ക് വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റും സന്തോഷവുമായിരുന്നു. കാരണം 2 മാസങ്ങൾക്ക് മുമ്പേ നാഷണൽ യൂത്ത് പാർലമെൻറ്റ് എന്നൊരു കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിൽ സ്റ്റേറ്റ് ലെവലിൽ നമ്മൾ ആദ്യത്തെ 3 പൊസിഷനിൽ വന്നാൽ ആ 3 പേരെ ഇന്ത്യൻ പാർലമെൻറ്റിൽ കൊണ്ടുപോവുകയും ഫസ്റ്റ് കിട്ടിയ ആൾ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യും ആ കോമ്പറ്റീഷനിൽ. അപ്പോൾ എനിക്ക് അതിൽ സ്റ്റേറ്റ് ലെവലിൽ 4th പൊസിഷൻ ആയിരുന്നു. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമമായിരുന്നു. അന്ന് എനിക്ക് മാത്രം പോകാൻ പറ്റിയില്ലല്ലോ, ആ 3 പേരിൽ ഒരാളാവാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത്. അപ്പോൾ ഇത് 1 മാസം കഴിഞ്ഞിട്ടാണ് ഞാനിങ്ങനെ അറിയുന്നത്. അതായത് വേറൊരു ഫങ്ഷൻ ഉണ്ട് പാർലമെൻറ്റിൽ, ഡോക്ടർ അംബേദ്കറിൻ്റെ അനുസ്മരണ ചടങ്ങുമായി ബന്ധപ്പെട്ട് 25 പേര് ഓൾ ഇന്ത്യയിൽ നിന്നും സെലക്ട് ചെയ്യുന്നുണ്ടെന്നും അതിൽ നിന്ന് 7 പേര് അവിടെ പ്രസംഗിക്കാൻ അവർക്ക് അവസരം കിട്ടുമെന്നും ഞാൻ അറിയുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് 25 പേരിൽ ഒരാളാകണമെങ്കിൽ അതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് ഈ നാഷണൽ യൂത്ത് പാർലമെൻറ്റിൽ സ്റ്റേറ്റ് ലെവലിൽ 4ാമത് നിൽക്കുന്ന കുട്ടികൾക്കായിരിക്കും അവസരമെന്ന്. അപ്പോൾ അങ്ങനെ അതിന് അർഹയായപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ആയിരുന്നു. 2 മാസം മുമ്പ് പോകാൻ പറ്റിയില്ല, പക്ഷെ എങ്ങനെയായാലും ഈ ഒരു അവസരം എനിക്ക് കിട്ടിയേ തീരുമെന്നുള്ളൊരു ചിന്തയായിരുന്നു. പിന്നെ പാർലമെന്റ് അംഗങ്ങൾക്ക് മുമ്പിൽ പ്രസംഗ പീഠത്തിനരികെ നിൽക്കുമ്പോൾ ചേച്ചിക്ക് പേടിയുണ്ടായിരുന്നില്ലേ? പേടിയുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പേടിയില്ലായിരുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ 25 പേരിൽ 7 പേർക്കാണ് പ്രസംഗിക്കാൻ അവസരം കിട്ടുന്നത്. അപ്പോൾ അതിലൊരാളായെന്നറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷമായിരുന്നു. പിന്നെ കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു. കാരണം എനിക്ക് ആ ഒരു സെൻട്രൽ ഹാളിൽ നമ്മുടെ ഡോക്ടർ BR അംബേദ്കർ നമ്മുടെ ഭരണഘടന എഴുതിയ ആ ഒരു ഹാളിൽ അംബേദ്കർ സാറിനെ പറ്റി തന്നെ എനിക്ക് പറയാനായിട്ട് 3 മിനിറ്റാണ് കിട്ടുന്നത്. അത് കേൾക്കാനായിട്ട് അവിടെ വന്നിരിക്കുന്ന ഗസ്റ്റ്സും ഉണ്ട്, ലോക്സഭയുടെ സ്പീക്കർ ഓം ബിർള സാറും ഉണ്ട്. അപ്പോൾ ബാക്കി എല്ലാവരും അത് കേൾക്കാനായിട്ട് അവിടെ ഇരിക്കുന്നു. അപ്പോൾ എനിക്ക് ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഞാൻ പറയുന്നതും എൻ്റെ ആശയങ്ങളും അവിടെ വ്യക്തമാക്കാൻ എനിക്ക് ഒരവസരം കിട്ടുകയാണ്. ഈ അവസരം എനിക്ക് മാക്സിമം എനിക്ക് യൂട്ടിലൈസ് ചെയ്യണം. അതെപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓർത്തിരിക്കുന്ന ഒരു മൊമെൻ്റ് ആയിരിക്കണം എന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ എനിക്കൊരു കോൺഫിഡൻസ് ആയിരുന്നു. ഇന്ന് ഞാൻ വളരെ നന്നായിട്ടായിരിക്കും, ഇതുവരെ ഞാൻ പറഞ്ഞ പ്രസംഗത്തിനെ കാട്ടിയും ഏറ്റവും നന്നായിട്ടുള്ള പെർഫോമൻസാണ് ഞാനിവിടെ കാഴ്ചവെക്കേണ്ടത് എന്നുള്ളൊരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ആയിരുന്നു.
സ്കൂൾ തലത്തിൽ വെച്ചും ചേച്ചിക്ക് ഒട്ടേറെ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടോ? അച്ഛനും അമ്മയും ചേച്ചിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. അതെ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നത് 3ാം ക്ലാസ്സിലാണ്. അപ്പോൾ അമ്മ എഴുതി തന്ന ഒരു കഥ അതേപോലെ മനഃപ്പാഠമാക്കിയിട്ട് അവിടെ പോയി പറയുകയായിരുന്നു. എന്താണെന്നറിയില്ല, അന്ന് ഞാൻ അമ്മ പറഞ്ഞതുപോലെ തന്നെ അതവിടെ അവതരിപ്പിക്കുകയുണ്ടായി. അതിന് ഫസ്റ്റ് കിട്ടുകയുണ്ടായി. അപ്പോൾ അന്ന് തൊട്ടാണ് കുറച്ച് കോൺഫിഡൻസ് വന്നു തുടങ്ങിയത്. സ്റ്റേജിൽ പോയാൽ ഈ ഈ ഒരു ഈ ഒരു പ്രസംഗ കല എനിക്ക് പറ്റിയ ഒരു ഏരിയ ആണെന്ന് വിശ്വാസം വന്നത്. പിന്നെ പല തവണകളിലായിട്ട് അമ്മ തന്നെയാണ് പുഷ് ചെയ്തുകൊണ്ടിരുന്നത്. പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ, എന്തായാലും പോയി നോക്കാം, പ്രൈസിനെ പറ്റി നമുക്ക് കൂടുതൽ ആലോചിക്കേണ്ട, നമ്മൾ അതിൽ പങ്കെടുക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് അമ്മ തന്നെയാണ് പലപ്പോഴും എന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ തവണ ഞാൻ ഇങ്ങനെ പോകാൻ തുടങ്ങി. പിന്നെ അതൊരു അതൊരു ഹോബി അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ആയി തുടങ്ങി എനിക്ക് തന്നെ. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് സ്കൂൾ ലെവലിൽ ഡിബേറ്റിനും സ്പീച്ചിനുമൊക്കെ എനിക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. കൂടാതെ ഇൻ്റർ സ്കൂൾ ലെവൽസിനും അങ്ങനെ കിട്ടി. പിന്നെ കോളേജിൽ വന്നപ്പോഴും അതേ ഒരു ഇത് കണ്ടിന്യൂ ചെയ്തു. കോളേജ് തലത്തിൽ പിന്നെ നമുക്ക് ഡിബേറ്റ് ക്ലബ്ബുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് അവിടെയും ആ ഒരു ഏരിയയിലും നമുക്ക് പല ആൾക്കാരുമായിട്ട് നമ്മുടെ ആശയങ്ങൾ പങ്കിടാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാനും പറ്റി. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നാഷണൽ ഇൻ്റർ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ എനിക്ക് പ്രസംഗ മത്സരത്തിന് ഫസ്റ്റ് കിട്ടി. ബാംഗ്ലൂർ വെച്ചാണ് നാഷണൽ ഇൻ്റർ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ നടന്നത്. ഡിബേറ്റിന് സെക്കൻഡും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ആ ഒരു ജേണി എന്ന് പറയുന്നത്. ഇതിൽ അച്ഛനും അമ്മയും എപ്പോഴും സപ്പോർട്ടായിരുന്നു. എന്ത് കോമ്പറ്റീഷൻ വന്നാലും ഞാൻ പിന്നോട്ട് നിൽക്കുമെങ്കിലും ആദ്യം എന്നെ എൻകറേജ് ചെയ്യുന്നത് അമ്മയും അച്ഛനും ആണ്. എന്തായാലും പോയി നോക്കാം, എന്നാലല്ലേ അറിയൂ എന്ന് പറഞ്ഞ്. ചേച്ചിക്ക് എങ്ങനെയാണ് ഇത്ര ചടുലമായി ഉച്ചാരണ ശുദ്ധിയോടെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും സംസാരിക്കാൻ സാധിച്ചത്? നന്ദന, അതിൻ്റെ ക്രെഡിറ്റ് ഞാൻ എൻ്റെ ഒരു സ്കൂൾ വിദ്യാഭ്യാസത്തിനാണ് കൊടുക്കുന്നത്. കാരണം എൻ്റെ അച്ഛൻ ആർമിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇന്ത്യയിലെ തന്നെ പല സ്റ്റേറ്റുകളിലുമാണ് പഠിച്ചത്. കേന്ദ്രീയ വിദ്യാലയങ്ങളിലായിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ സ്കൂളിൽ ഇംഗ്ലീഷും ഹിന്ദിയുമാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. കാരണം നമ്മളെല്ലാവരും പല സ്റ്റേറ്റിൽ നിന്നും വരുന്ന കുട്ടികളായിരിക്കും. അപ്പോൾ ആ ഒരു സ്റ്റേറ്റിൻ്റെ മദർ ടങ്ക് നമുക്ക് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് KVസിൽ പൊതുവെ നമ്മൾ യൂസ് ചെയ്യുന്ന ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയാണ്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഈ 2 ലാംഗ്വേജസിൽ പ്രാവീണ്യം നേടാൻ സാധിച്ചത്. ഇത്രയും സമയം PV20 FM-ന് വേണ്ടി, നമ്മുടെ സ്കൂളിലെ കൂട്ടുകാർക്ക് വേണ്ടി സമയം ചിലവഴിക്കാൻ കാണിച്ച ആ നല്ല മനസ്സിന് ഒട്ടേറെ സ്നേഹത്തിൽ ചാലിച്ച് നന്ദി അറിയിക്കുന്നു. അനുഷ ചേച്ചി, നന്ദി. ഒരുപാട് സന്തോഷമുണ്ട് നിവേദ. എന്നെ PV20 FM-ൻ്റെ ഭാഗമായി അതിലെ ഗസ്റ്റായിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കൂടാതെ PV20 FM-ൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അധ്യാപകർക്കും ബാക്കി സ്റ്റുഡൻസിനും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. അനുഷ ചേച്ചിയുമായുള്ള ഇൻ്റർവ്യൂ എല്ലാവർക്കും ഇഷ്ടമായല്ലോ കൂട്ടുകാരെ. അടുത്ത സെഗ്മെൻറ്റ് വായനാ ലോകം. ഇന്നത്തെ വായനാ ലോകത്തിൽ 2 കൂട്ടുകാരാണ് എത്തുന്നത്. ആരൊക്കെയെന്നറിയാമോ ദിയ? പിന്നെ അറിയാതെ 10Aയിലെ ശ്രീദേവ് ചേട്ടനും 7Aയിലെ സൂര്യനന്ദ ചേച്ചിയും 2 പേരെയും PV20 FM-ലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം കൂട്ടുകാരെ. ബഷീറിൻ്റെ ബാല്യകാല സഖി എന്ന നോവലാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ജൂലൈ 5 ബഷീർ അനുസ്മരണ ദിനമാണ്. ബേപ്പൂർ സുൽത്താൻ എന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു നോവലാണ് ബാല്യകാല സഖി. നമുക്കൊന്ന് പരിചയപ്പെടാം. മജീദിൻ്റെയും സുഹറയുടെയും ബാല്യകാല അനുഭവങ്ങൾ വിവരിച്ചുകൊണ്ടാണ് കഥ തുടങ്ങുന്നത്. മനോഹരമായ ഒരു പ്രണയ നോവൽ എന്നതിനപ്പുറം പച്ചയായ മനുഷ്യ ജീവിതത്തിൻ്റെ കഥയാണിത്. സുഹറയും മജീദും ആദ്യകാലത്തെ ബദ്ധശത്രുക്കളായിരുന്നു.
മാങ്ങ കൊതിച്ചിരുന്ന സുഹറയ്ക്ക് മജീദ് മാങ്ങ പറിച്ചു കൊടുക്കുന്നതോടെ അവർ കൂട്ടുകാരാവുന്നു, പിന്നീട് കമിതാക്കളും. പക്ഷെ വിധി അവർക്കായി കരുതി വെച്ചത് മറ്റൊന്നായിരുന്നു. സമ്പന്നനായിരുന്ന മജീദ് ഹോട്ടലിലെ എച്ചിൽ പാത്രങ്ങൾ കഴുകാൻ വിധിക്കപ്പെടുന്നു. മിടുക്കിയായിരുന്ന സുഹറ പഠിക്കാൻ സാധിക്കാതെ രണ്ടാം കെട്ടുകാരൻ്റെ ഭാര്യയാകുന്നു. ദുരിത ജീവിതം കഴിച്ചുകൂട്ടി രോഗിയായി ഒടുവിൽ സുഹറ മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുന്നു. ബാല്യകാല സഖി എന്ന ഹൃദയസ്പർശിയായ നോവൽ നാം ഓരോരുത്തരും നമ്മുടെ അനർഘ നിമിഷത്തിൽ വായിച്ചിരിക്കാനുള്ളതാണ്. ഒരിക്കൽ കൂടി ജൂലൈ 5 പ്രാധാന്യം ഓർമ്മിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൂട്ടുകാരെ, കുട്ടനാടൻ കഥാകാരനായ തകഴി ശിവശങ്കരപ്പിള്ളയുടെ രണ്ടിടങ്ങഴി എന്ന നോവലാണ് പുസ്തക പരിചയത്തിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നോവലിലെ കഥാപാത്രങ്ങളെ നമുക്ക് പരിചയപ്പെട്ടതിനു ശേഷം നോവൽ ഭാഗത്തിലേക്ക് കടക്കാം. കോരൻ, ചിരുത, ചാത്തൻ, പുഷ്പവേലിയിൽ ഔസേപ്പ്, കോരന്റെ മകൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. വെള്ളം കെട്ടിനിൽക്കുന്ന ഭൂപ്രദേശമാണ് തകഴി. നെൽപ്പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും നിറഞ്ഞ തുരുത്തുകൾക്കിടയിൽ തൊഴിലാളികളായ പുലയരും പറയരും കഴിയുന്നു. ജന്മിമാരുടെ പാടത്ത് പണിയെടുക്കുന്നവരാണ് എല്ലാ പേരും. കാളിപറയന്റെയും കുഞ്ഞാലിയുടെയും മകളായ ചിരുതയെ കോരൻ വിവാഹം കഴിക്കുന്നു. തുടർന്ന് പുഷ്പവേലിയിൽ ഔസേപ്പിന്റെ പണിക്കാരനായി മുൻകൂർ പണം വാങ്ങി ചിരുതയെയും കൂട്ടി അവിടെ താമസിക്കുന്നു. ഔസേപ്പിന്റെ പറമ്പിൽ കഠിനമായി പണിയെടുത്തിട്ടും വളരെ ചുരുങ്ങിയ കൂലിയെ ലഭിച്ചിരുന്നുള്ളൂ. രണ്ടിടങ്ങഴി അരി ലഭിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു കൂട്ടം സാധാരണ മനുഷ്യരെ നോവലിന്റെ പല ഭാഗത്തും കാണാൻ സാധിക്കുന്നു. ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ തിരുവിതാംകൂറിലും പ്രായപൂർത്തി വോട്ടവകാശം ലഭ്യമായി. തൊഴിലാളികളുടെ അവകാശങ്ങൾക്കായി പ്രവർത്തിച്ചിരുന്ന സംഘടനയുടെ നേതാവായി കോരൻ. അവകാശങ്ങൾക്കായി പോരാടിയപ്പോൾ മുതലാളിമാർക്ക് തൊഴിലാളിമാരോട് എതിർപ്പായി. തുടർന്ന് കോരനും ചാക്കോയുമായി നടന്ന മൽപ്പിടുത്തത്തിൽ ചാക്കോ മരിച്ചു. 15 വർഷം ജയിലിലായ കോരൻ ചിരുതയുടെ സംരക്ഷണ ചുമതല ചാത്തനെ ഏൽപ്പിച്ചു. വർഷങ്ങൾക്കു ശേഷം ജയിൽ മോചിതനായി നാട്ടിലേക്ക് എത്തുമ്പോൾ നാടാകെ വളരെയധികം മാറ്റങ്ങൾ വന്നു. കോരനും ചാത്തനും പ്രതീക്ഷിച്ച പോലെ തൊഴിലാളികൾ അവരവരുടെ അവകാശങ്ങൾ നേടിയെടുത്തു. എവിടെ നിന്നും വിപ്ലവം ജയിക്കട്ടെ, യൂണിയൻ ജയിക്കട്ടെ എന്ന മുദ്രാവാക്യം ഉയർന്നു കേട്ടു. കോരന്റെ മകനിലൂടെ പുതിയ തലമുറ കൃഷിഭൂമി കർഷകർക്ക് എന്ന ധ്വനി എവിടെ നിന്നും കേൾക്കുന്ന രീതിയിൽ എത്തിച്ചു. നന്ദി. എങ്ങനെയുണ്ടായിരുന്നു കൂട്ടുകാരെ വായനാനുഭവം? നിങ്ങൾ പുസ്തകങ്ങളെ സ്നേഹിക്കൂ. അറിവിന്റെ വാതായനങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കുകയാണ്. നിങ്ങൾ കേൾക്കുന്നത് PV20 FM. ഒരുമയുടെ ശബ്ദം, ഒന്നായ ശബ്ദം. കേൾക്കാം, കാതോർക്കാം. കൂട്ടുകാരെ, PV20 FM-ൽ അടുത്തതായി മനോഹരമായ ഒരു ഗാനവുമായി 9Aയിലെ പെനീന ചേച്ചി. കേൾക്കാം, കാതോർക്കാം. മഴയായി പൊഴിയും മനസ്സിൻ്റെ താളം, നിളയായൊഴുകും കളഹംസങ്ങൾ. മഴയായി പൊഴിയും മനസ്സിൻ്റെ താളം, നിളയായൊഴുകും കളഹംസങ്ങൾ. കുളിരല കൈകളിലേറിയെത്തുന്നു പ്രണയവർണ്ണങ്ങൾ തൻ കളിവഞ്ചി. സ്വരസുധയായി തഴുകൂ എന്നെ, മണിവീണയായി മാറ്റൂ. മഴയായി പൊഴിയും മനസ്സിൻ്റെ താളം, നിളയായൊഴുകും കളഹംസങ്ങൾ. പാതി വിടർന്നൊരാമിഴികളിൽ നിറയുന്നു പൂത്തിരുവാതിര പൊൻദീപം. പാതി വിടർന്നൊരാമിഴികളിൽ നിറയുന്നു പൂത്തിരുവാതിര പൊൻദീപം.
നോവിൻ തിരകൾ തഴുകുമ്പോഴും ഹൃദയ വിഭജികമീട്ടുന്നു സ്നേഹാർദ്ര സംഗീതം. മഴയായി പൊഴിയും മനസ്സിൻ്റെ താളം നിളയായൊഴുകും കളഹംസങ്ങൾ. മഴയായി പൊഴിയും മനസ്സിൻ്റെ താളം നിളയായൊഴുകും കളഹംസങ്ങൾ. എങ്ങനെയുണ്ടായിരുന്നു പെനീനയുടെ ഗാനം? എല്ലാവരും ആസ്വദിച്ചില്ലേ? അടുത്തത് സ്കൂൾ പോയ വാരം എന്ന സെഗ്മെന്റ് ആണ്. നമ്മോടൊപ്പം 8Aയിലെ അനഘ. PV20 FM, ഒരുമയുടെ ശബ്ദം, ഒന്നായ ശബ്ദം. വർണ്ണശബളമായ പരിപാടികളോടെയാണ് ഈ അധ്യയന വർഷത്തെ പ്രവേശനോത്സവം സ്കൂളിൽ നടന്നത്. ജൂൺ 3 പ്രശസ്ത കവി തലയൻ മനോഹരൻ നായർ സാർ വിശിഷ്ട അതിഥിയായി എത്തിയ പരിപാടിയിൽ കുട്ടികളുടെ ഉത്സാഹം എല്ലായിടത്തും നിറഞ്ഞു കാണാമായിരുന്നു. ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്ന പരിപാടികൾ സ്കൂളിൽ സംഘടിപ്പിച്ചു. പരിസ്ഥിതി സംരക്ഷിച്ചില്ലെങ്കിൽ നാളെ നമുക്ക് നിലനിൽപ്പില്ല എന്ന ആശയം കുട്ടികളിൽ എത്തിക്കാനായി. ജൂൺ 14 പേവിഷബാധ പ്രതിരോധത്തെക്കുറിച്ച് തെറ്റിവിള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകി. വായനാ ദിന അസംബ്ലി ജൂൺ 19 പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ ശ്രീ അജി ദൈവപുര വിശിഷ്ട അതിഥിയായി എത്തിക്കൊണ്ടുള്ളതായിരുന്നു. SPC, JRC, ലിറ്റിൽ കൈറ്റ്സ്, NSS, സ്കൗട്ട് തുടങ്ങിയ യൂണിറ്റുകൾ അവരുടേതായ പങ്ക് ഇതിൽ നിർവഹിച്ചു. കവിതാ രചന, ഉപന്യാസ രചന, പോസ്റ്റർ രചന തുടങ്ങിയ മത്സരങ്ങളും പോസ്റ്റർ പ്രകാശനം, പുസ്തക പ്രകാശനം തുടങ്ങിയവയും നടത്തി. യോഗ ഡേ ജൂൺ 21 കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത്, ആയുർവേദ ഹോസ്പിറ്റൽ, പുന്നമൂട് സ്കൂൾ എന്നിവ സംയുക്തമായാണ് സ്കൂളിൽ ആചരിച്ചത്. കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ശാന്തിമതി യോഗ ഡേ ഉദ്ഘാടനം ചെയ്തു. യോഗ മാസ്റ്റർ ഗോപകുമാർ സാർ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്തു. ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കാൻ പര്യാപ്തമായ പരിപാടികളാണ് ഈ വർഷം ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26 സ്കൂളിൽ ക്രമീകരിച്ചത്. നേമം SI ബാലസുബ്രഹ്മണ്യൻ സാർ അതിഥിയായി എത്തിയ ഈ ദിനത്തിൽ SPC സൂപ്പർ സീനിയർ കാഡറ്റ് അഭിനവ് PN ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. എല്ലാ ദിനാചരണങ്ങളും അതിൻ്റെതായ പ്രാധാന്യത്തോടെ ചെയ്യുന്ന പുന്നമൂട് സ്കൂളിന് പോയ വാരത്തിൽ എല്ലാ പരിപാടികളും നന്നായി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്കൂൾ PTA, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവരുടെ സഹകരണമാണ് പൂർണ്ണത നൽകി വരുന്നത്. സ്കൂളിലെ കഴിഞ്ഞ ആഴ്ചയിലെ വിശേഷങ്ങളൊക്കെ അനഘ ചേച്ചിയിൽ നിന്ന് കേട്ടല്ലോ കൂട്ടരെ. അടുത്തത് മധുരം മലയാളത്തിൽ 6Cയിലെ അശ്വതിയുടെ കവിതയാണ്. കേൾക്കാം, കാതോർക്കാം. PV20 FM. കവിത കാട്ടുപൂവ്. രചന വിനോദ് പൂവക്കോട്. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ പുഞ്ചിരി ഒന്നു മാത്രം. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ പുഞ്ചിരി ഒന്നു മാത്രം. മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. കൃഷ്ണ തുളസി കതിർ തുമ്പു മോഹിക്കും നിന്റെ വാർമുടി
ചുരുളിലെ താൻ. കൃഷ്ണ തുളസി കതിർ തുമ്പു മോഹിക്കും നിന്റെ ഈ വാർമുടി ചുരുളിലെത്താൻ. പൂജയ്ക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിൻ അരികിലെത്താൻ. പൂജയ്ക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിൻ അരികിലെത്താൻ. മണമില്ല മധുവില്ല പൂജയ്ക്കെടുക്കില്ല താനേ വളർന്നൊരു കാട്ടുപൂവ്. മണമില്ല മധുവില്ല പൂജയ്ക്കെടുക്കില്ല താനേ വളർന്നൊരു കാട്ടുപൂവ്. വിടരും മുമ്പേ പൊഴിയുന്ന ഇതളുള്ള പൂജയ്ക്കെടുക്കാത്ത കാട്ടുപൂവ്. വിടരും മുമ്പേ പൊഴിയുന്ന ഇതളുള്ള പൂജയ്ക്കെടുക്കാത്ത കാട്ടുപൂവ്. ചിതറി തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരി ഒന്നു മാത്രം. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരി ഒന്നു മാത്രം. അശ്വതിയുടെ കാട്ടുപൂവ് എന്ന കവിത സുന്ദരമായിരുന്നു അല്ലേ? അശ്വതിക്ക് നന്ദി അറിയിച്ചുകൊണ്ട് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം അല്ലേ ദിയ? അതെ ചേച്ചി. അടുത്തത് 4A റോഷ്നി അവതരിപ്പിക്കുന്ന നാട്ടറിവ് എന്ന സെഗ്മെന്റ് ആണ്. നാട്ടറിവിലേക്ക് സ്വാഗതം. PV20 FM, ഒരുമയുടെ ശബ്ദം, ഒന്നായ ശബ്ദം. ഞാൻ റോഷ്നി 4A. ഭൂതകാലത്തിന്റെ തിരുശേഷിപ്പായ ചുമട് താങ്ങി അഥവാ അത്താണി, പേരുകൊണ്ട് തന്നെ ഉപയോഗം വ്യക്തമാകുന്ന സംവിധാനം. വാഹന ഗതാഗതം നിലവിൽ വരുന്നതിനു മുമ്പ് ദീർഘദൂരം ചരക്കുകൾ തലച്ചുമടായി കൊണ്ടുപോകുന്നവർക്ക് പരതായം കൂടാതെ ചുമടിറക്കി വെച്ച് വിശ്രമിക്കുന്നതിനായി പാതയോരങ്ങളിൽ നാട്ടി നിർത്തിയിരിക്കുന്ന വലിയ കല്ലുകളാണ് ചുമട് താങ്ങി അഥവാ അത്താണി. ഏകദേശം 6 അടി ഉയരത്തിൽ ലംബമായി നാട്ടിയിട്ടുള്ള 2 കല്ലുകൾക്ക് മുകളിൽ തിരശ്ചീനമായി മറ്റൊരു കല്ല് വെച്ചാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. വാഹന റെയിൽ ഗതാഗതങ്ങൾ നിലയിൽ വന്നതോടെ ചുമട് താങ്ങികൾ വഴിയോരങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായി. ചുമട് താങ്ങിയെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇത് അവതരിപ്പിച്ച റോഷ്നിക്ക് നന്ദി. ഇനി എന്താണ് സ്മൃതി ചേച്ചി? ഇന്നത്തെ വിഭവങ്ങളൊക്കെ കഴിഞ്ഞല്ലോ ദിയ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാമല്ലോ കൂട്ടുകാരെ. നിങ്ങൾ കേൾക്കുന്നത് PV20 FM, ഒരുമയുടെ ശബ്ദം, ഒന്നായ ശബ്ദം. 20,000 ഫെയർ ആൻഡ് ഫൺ. കേൾക്കാം, കാതോർക്കാം. ഞാൻ RJ സ്മൃതി, എന്നോടൊപ്പം RJ ദിയ. We are signing off. Take care. Goodbye. See you soon. ഇന്നത്തെ വിഭവങ്ങളൊക്കെ കഴിഞ്ഞല്ലോ ദിയ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാമല്ലോ കൂട്ടുകാരെ. നിങ്ങൾ കേൾക്കുന്നത് PV20 FM, ഒരുമയുടെ ശബ്ദം, ഒന്നായ ശബ്ദം. 20,000 ഫെയർ ആൻഡ് ഫൺ. കേൾക്കാം, കാതോർക്കാം. ഞാൻ RJ സ്മൃതി, എന്നോടൊപ്പം RJ ദിയ. We are signing off. Take care. Goodbye. See you soon. We are signing off. Take care. Goodbye. See you soon.